ഇന്ത്യയിൽ ദുരന്തങ്ങൾ വിട്ടൊഴിയുന്നില്ല. ഇന്ന് അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തം, 243 യാത്രക്കാർ അതിനകത്തുണ്ടായിരുന്നു, ക്രൂസ് അടക്കം. നമ്മുടെ രാജ്യത്ത് എന്താ സംഭവിക്കുന്നത്? കുറച്ച് ദിവസം മുമ്പ് 3 കപ്പലുകൾ അടുത്ത ദിവസങ്ങളിലായിട്ട് വിദേശത്തുനിന്ന് വന്ന കപ്പലുകൾ നമ്മുടെ തീരത്ത് വന്ന് കെമിക്കൽ ഐറ്റംസുകളായിട്ട് വന്ന് മുങ്ങുന്നു, കത്തുന്നു. ഇപ്പോൾ എയർ ഇന്ത്യയുടെ വിമാനം, നമ്മുടെ ഈ എയർ ഇന്ത്യയുടെ വിമാനം ഇപ്പോൾ ഇതുപോലെ കത്ത് പിടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ടേക്ക് ഓഫിനിടയിൽ ദുരന്തം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ നാണക്കേടാണത്. നാണക്കേടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർ ഇന്ത്യ ഇന്ത്യയുടെ ഒരു വിമാനമാണ്. ഈ ഇന്ത്യയുടെ വിമാനം ഇത്ര കെയർഫുൾ അല്ല എന്നുള്ളൊരു തോന്നൽ വിദേശ മാധ്യമങ്ങളെല്ലാം ഉയർത്തി കാണിക്കും. കാരണം ഇന്ത്യ ഇന്ന് മറ്റു രാജ്യങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അത് ചൈന അടക്കമുള്ള, പാകിസ്ഥാൻ അടക്കമുള്ള മിക്ക രാജ്യങ്ങൾക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവർക്ക് ഇന്ത്യ ഉയർന്നു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് നഷ്ടപ്പെടും എന്നുള്ളൊരു തോന്നലാണ് അവർ. കാരണം ചൈനയൊക്കെ ഏറ്റവും ഉയർന്നു നിൽക്കാൻ അമേരിക്കനെ പോലും ഇട്ടിട്ട് ഏറ്റവും വലിയ രാജ്യമായി മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ വളർന്നു എന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പറന്നുയർന്ന വിമാനം 630 അടി മുകളിൽ ചെന്നപ്പോഴാണ് ഈ വിമാനം താഴത്തേക്ക് കൂപ്പ് കുത്തിയിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചത് എന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവർക്കത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഇനി ഇത് അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമുക്കറിയില്ല താനും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ വല്ല യാത്രക്കാർ കയറി അവർ വല്ല ഇതുപോലുള്ള അപകടങ്ങൾ ഒപ്പിച്ചതാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എയർ ഇന്ത്യ ഇപ്പോൾ മറ്റുള്ള വിമാന കമ്പനികളുടെ മുന്നിൽ കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാന കമ്പനിയാണ് ഇന്ത്യയുടെ എയർ ഇന്ത്യ. ഇപ്പോൾ ടാറ്റയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും പേര് ഇന്ത്യക്കാണല്ലോ. ഇന്ത്യയുടെ ഒരു കമ്പനിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അവിടെ ഈ ഇന്ത്യയുടെ ഈ കമ്പനി ഉയർന്നു വരുന്നത് മറ്റുള്ള വിമാന കമ്പനികൾക്ക്, മറ്റുള്ള രാജ്യങ്ങളുടെ വിമാന കമ്പനികൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ വേലകൾ ഒപ്പിക്കാം എന്നൊക്കെ പ്രത്യേകിച്ച് ഈ ചൈനയും പാകിസ്ഥാനൊക്കെ നമ്മൾ എപ്പോഴും സംശയ കണ്ണുകൂടിയാണ് കാണേണ്ടത്. ഇതുപോലെ തന്നെ നമ്മുടെ കപ്പലുകൾ ഈ രാസപദാർത്ഥങ്ങളടങ്ങിയ, കെമിക്കലുകൾ അടങ്ങിയ, കണ്ടം ചെയ്യാറായ കപ്പലുകൾ നമ്മുടെ ഈ തീരത്ത് കൊണ്ടുവന്നിട്ട് മുക്കുന്നതാണോ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടി. എന്നിട്ട് ഈ വേസ്റ്റുകളെല്ലാം ഈ കടലിലേക്ക് തള്ളാലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കലുകളൊക്കെ നമ്മുടെ തീരദേശത്തോടുന്ന് അടിഞ്ഞുകൂടുന്നു. ആ വേസ്റ്റുകളെല്ലാം ഇന്ത്യക്ക് ഒരുപാട് തീരദേശങ്ങളുണ്ട്. അപ്പോൾ അവിടെ എവിടെയൊക്കെ കൂടെ ഒന്ന് മുക്കുന്നതാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലൊക്കെ ഇതുപോലുള്ള ചില ഗൂഢാലോചന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് സാധാരണക്കാരായ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഇന്ത്യനെ എങ്ങനെ തകർക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ, കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ എന്തൊക്കെ ചെയ്ത് കൂട്ടണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊന്നും സാധാരണ ഒരു അപകടം പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ രഹസ്യമായ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് കാശ്മീരിൽ ടൂറിസ്റ്റുകളായിട്ടുള്ള നമ്മുടെ ആളുകളെ തീവ്രവാദികളെന്ന് വെടിവെച്ച് കൊന്നു. ഇത് ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ടൂറിസം മേഖലയാണ് തകർന്നു പോകുന്നത്. ഇന്ത്യ ടൂറിസം ചെയ്യാൻ പറ്റിയ രാജ്യമല്ല എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇപ്പോൾ എയർ ഇന്ത്യ എന്ന പറയുന്ന വിമാനത്തിൽ നിങ്ങൾ കയറരുത്, അത് സുരക്ഷിതമല്ല എന്ന് പ്രചരിപ്പിക്കപ്പെടും. ഇപ്പോൾ ഈ വിമാന ദുരന്തം ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റിൽ ആരും കയറിയില്ലെങ്കിൽ നമ്മുടെ വ്യവസായം തകർന്നു പോകാല്ലേ. അത് നമ്മുടെ രാജ്യത്തെ ബാധിക്കുകയാണല്ലോ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. ഒരു തീപ്പെട്ടി പോലും നമ്മുടെ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ആ വ്യവസായം തകർന്നു പോകും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും ഇന്ത്യയുടെ ഈ സാമ്പത്തികമായ വളർച്ചയെ
തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇതിനെ അന്വേഷിച്ച് ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഇതിനൊരു തക്കതായ പരിഹാരം ഉണ്ടാക്കിയേ തീരൂ. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇതുപോലെ ദുരന്തങ്ങൾ വന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിതിനൊക്കെ നേരിട്ട് നമ്മൾ തകർന്നു പോകും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഇതിന് തടയിടണം. ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിന് മുമ്പ് നമ്മൾ രോഗം വരാതെ നേരത്തെ പ്രിപ്പയറായിട്ട് നിൽക്കണം. കരുതൽ വളരെ അത്യാവശ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരിൽ തീവ്രവാദികൾ വന്ന് വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ അവിടെ പട്ടാളക്കാരുണ്ടായിരുന്നില്ല, സുരക്ഷാ ഭടന്മാരുണ്ടായില്ല എന്നുള്ള പരാതി നമ്മുടെ രാജ്യം കേട്ടുകൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ. അതുപോലെ തന്നെ എന്തിനും തക്കതായ മുൻകരുതലുകൾ എല്ലാ ഭാഗത്തും വേണം. കാരണം ഇന്ത്യയെ തകർക്കാൻ കാത്തിരിക്കുന്ന ചുറ്റുമുള്ള കുറേ രാജ്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യം വളരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വൻ ശക്തികൾ തന്നെയുണ്ട്. അവരുടെ മുന്നിൽ നമ്മൾ മുട്ടും മുടക്കാതെ നമ്മൾ ആ കാതോർത്ത് നമ്മുടെ കണ്ണും കാതും എപ്പോഴും കൂർപ്പിച്ചിരിക്കണം. കാരണം ശത്രുക്കൾക്ക് നമ്മൾ ഇരയായി രാജ്യങ്ങളുടെ മുന്നിൽ നമ്മൾ നാണം കെട്ട് പോകരുത് ഒരിക്കലും. ഇന്ത്യ ജയ് ഹിന്ദ്, ജയ് ഹിന്ദ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്നും ഉയർന്നു നിൽക്കണം. അതിനായിരിക്കണം നമ്മളെല്ലാം ഇന്ത്യക്കാരുടെ കൂട്ടായ പ്രവർത്തനം. എന്നാലാണ് നമ്മുടെ രാജ്യത്തെ ഉന്നതിയിലെത്തിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതിന് രാഷ്ട്രീയവും മതവും എല്ലാം മറന്ന് ഒന്നിച്ച് തന്നെ നിൽക്കണം. ഈ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം.